എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിൽ പിണറായി വിജയൻ 2026 നടക്കുന്ന അസംബ്ലി ഇലക്ഷനിൽ തുടർച്ചയായി മൂന്നാം തവണ അധികാരത്തിൽ തുടരാൻ വേണ്ടിയിട്ടുള്ള പണികളൊക്കെ ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഈ മുസ്ലിം വോട്ട് ബാങ്ക് അതിനെ പ്രീണിപ്പെടുത്താൻ വേണ്ടി പിണറായി വിജയൻ മാക്സിമം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അതിൻ്റെ പണിപ്പുരയിലാണ് പിണറായി വിജയൻ. അപ്പോൾ അതിന് നേതൃത്വം നൽകുന്നത് സാക്ഷാൽ മരുമകൻ കൂടിയായ മുഹമ്മദ് റിയാസാണ്. അപ്പോൾ കേരളത്തിൽ എങ്ങനെയെങ്കിലും മുസ്ലിം വോട്ടുകൾ എങ്ങനെയെങ്കിലും സമാഹരിക്കുക, അതിൻ്റെ പിൻബലത്തിൽ, അതായത് കഴിഞ്ഞ തവണയും സംഭവിച്ചതാണല്ലോ, മുസ്ലിങ്ങൾ കൂട്ടത്തോടെ CPM വോട്ട് ചെയ്തു. അതുകൊണ്ടാണ് തുടർച്ചയായി രണ്ടാം തവണയും എന്നാണ് പിണറായി വിജയൻ അധികാരത്തിൽ വന്നത്. അതേ ഒരു സ്ട്രാറ്റജി തന്നെയാണ് പിണറായി വിജയൻ ഇത്തവണയും 2006 പ്രയോഗിക്കാൻ പോകുന്നത്. മാക്സിമം മുസ്ലിം വോട്ട് സമാഹരിക്കുക. കേന്ദ്രത്തിലെ BJP കാട്ടി, അതായത് ഇപ്പോൾ പെഹൽഗാമിൽ ഭീകരാക്രമണമൊക്കെ ഉണ്ടായില്ലേ, അപ്പോൾ അതൊക്കെ മുസ്ലിമിനെതിരെയുള്ള ഒരു ആക്രമണം ആയി ചിത്രീകരിച്ച്, മോദിയെ ഒരു ഭീകരവാദിയായിട്ട് ചിത്രീകരിച്ച് കേരളത്തിൽ മാക്സിമം, അതായത് കേരളത്തിലെ മുസ്ലിങ്ങളെ പേടിപ്പിച്ച് നിർത്തി ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ഉണ്ടാക്കിയിട്ട് മാക്സിമം മുസ്ലിം വോട്ട്, അതായത് BJP എന്ന് ഒന്നാക്കി കാണിച്ചിട്ട് അങ്ങനെ കേരളത്തിൽ അധികാരത്തിൽ തുടർച്ചയായി മൂന്നാം തവണ അധികാരത്തിൽ തുടരാനാണ് പിണറായി ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇതിനൊക്കെ തുരങ്കം വെക്കുന്ന, അതിൻ്റെ കടക്കിൽ കത്തിവെക്കുന്ന ഒരു തീരുമാനമായിട്ടാണ് കേന്ദ്ര BJPയും കേന്ദ്ര സർക്കാരും നരേന്ദ്രമോദിയും രംഗത്തെത്തിയിരിക്കുന്നത്. അതെന്താണ് ഞാൻ വിശദമായി പറഞ്ഞുതരാം. ഈ പെഹൽഗാം ഭീകരാക്രമണം നടത്തിയല്ലോ, അത് ഇന്ത്യ അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്തില്ല. അതായത് ഇന്ത്യയിലേക്ക് തീവ്രവാദികളെ ട്രെയിൻ ചെയ്ത് ഇങ്ങോട്ട് വിട്ടിട്ട് നിരപരാധികളായ 26ഓളം ടൂറിസ്റ്റുകളെ മതം നോക്കി, അതായത് ഹിന്ദുക്കളാണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം വെടിവെച്ച് കൊല്ലുകയായിരുന്നു. അതിന് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലും ഇന്ത്യയുടെ ജനങ്ങളുടെയിലും വരാനിരിക്കുന്നതേ ഉള്ളൂ. അതിൻ്റെ സ്റ്റാർട്ട് ചെയ്തില്ല. അതിൻ്റെ വരും ദിവസങ്ങളിൽ, കാലം കുറച്ചും കൂടി കഴിയുമ്പോൾ ഈ പെഹൽഗാം ഭീകരാക്രമണം എന്നും ഇന്ത്യൻ സമൂഹത്തിന് മുന്നിൽ ഇങ്ങനെ കറങ്ങി നടക്കും. അതിന് ചെയ്യുന്നത് വെച്ചാൽ പാകിസ്ഥാൻ ഉദ്ദേശിച്ചത് തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം വിശദീകരിക്കാൻ വേണ്ടി ഇന്ത്യ കനത്ത തിരിച്ചടി, സൈനിക നടപടിയിലൂടെ ഇന്ത്യ കനത്ത തിരിച്ചടി നൽകിയിരുന്നു പാകിസ്ഥാനെ അടുത്ത കാലത്തൊന്നും എഴുന്നേക്കാൻ പറ്റാത്ത രീതിയിലുള്ള തിരിച്ചടി ഇന്ത്യ നൽകിയിരുന്നു. അത് ബോർഡർ ക്രോസ് ചെയ്യാതെ. അപ്പോൾ ബോർഡർ ക്രോസ് ചെയ്തിട്ട് പോയാൽ എന്തായിരിക്കും, പാകിസ്ഥാനെ ഭസ്മമാക്കില്ലേ. അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് പ്രകാരം കിരാന ഹിൽസിലുള്ള ആണവോർജ്ജം സൂക്ഷിച്ചു വയ്ക്കുന്ന സ്ഥലത്തൊക്കെ ഇന്ത്യ ബ്രഹ്മോസൊക്കെ പൊട്ടിച്ചു എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഇന്ത്യ ഒഫീഷ്യലായിട്ട് സമ്മതിച്ചില്ല. പക്ഷേ അതിൻ്റെയൊക്കെ പുറത്താണ് ഈ വെടിനിർത്തലിന് ഇന്ത്യ സമ്മതിച്ചത്. ഇപ്പോൾ പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിൻ്റെ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ത്യയായിട്ട് നമുക്ക് ചർച്ചയ്ക്ക് തയ്യാറാണെന്നില്ലേ. അപ്പോൾ ഇന്ത്യ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. തീവ്രവാദത്തിൻ്റെ പുറത്ത് മാത്രമേ ചർച്ചയുള്ളൂ എന്നുള്ള ഒരു സെറ്റപ്പിലാണ് ഇന്ത്യ. നല്ല തീരുമാനം. അപ്പോൾ ഇന്ത്യക്കുണ്ടല്ലോ ഈ ആണവ നിലയങ്ങളൊക്കെ ആക്രമിച്ചു എന്നുള്ള വാർത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടായിരുന്നു. അപ്പോൾ ഭാവി ഇൻ കേസ് അങ്ങനെ എന്തെങ്കിലും ആണവ ലീക്കേജ് അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഭാവിയിൽ ചിലപ്പോൾ ഇന്ത്യക്ക് അത് പ്രശ്നം ഉണ്ടായേക്കാം. അപ്പോൾ ഇതൊക്കെ മുൻനിർത്തി ഇന്ത്യ ഒരു സർവകക്ഷി ഒരു ടീമിനെ, എല്ലാ പാർട്ടിയിൽ നിന്നും ആൾക്കാർ ഉൾക്കൊള്ളിച്ച ഒരു ടീമിനെ എല്ലാ രാജ്യത്തേക്കും, UN രജിസ്റ്റർ ചെയ്ത രാജ്യങ്ങളുടെ എല്ലാ രാജ്യവും, മുസ്ലിം രാജ്യം, അങ്ങനെ എല്ലാ രാജ്യത്തേക്കും ഒരു സർവകക്ഷി ടീമിനെ അയക്കുന്നുണ്ട്. അതായത് ഈ പെഹൽഗാമിൽ എന്താ സംഭവിച്ചത്, ഞങ്ങളുടെ ഭാഗം ന്യായീകരിക്കാനും പാകിസ്ഥാൻ നടത്തുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾ വ്യക്തമായ സോളിഡ് എവിഡൻസ് ഇന്ത്യയുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇതൊക്കെ മുൻനിർത്തിയിട്ടാണ് ഇന്ത്യ അറ്റാക്ക് ചെയ്തത്. എവിടെ തീവ്രവാദ കേന്ദ്രങ്ങൾ, ആരൊക്കെയാണ്, എവിടെ നിന്നാണ് ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത്, ആരൊക്കെയാണ് ഇതിൻ്റെ പുറകിൽ, ബിഹൈൻഡ് ദ കട്ടൺ ആരൊക്കെയാണ് ഫണ്ട് ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും ഇന്ത്യയിൽ വ്യക്തമായ തെളിവുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ പാകിസ്ഥാൻ നടത്തുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾ അത് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടാനും ഇന്ത്യ എന്തുകൊണ്ട് അത്രയും തിരിച്ചടി, സൈനിക നടപടികളുടെ പാകിസ്ഥാന് തിരിച്ചടി കൊടുത്തു, ഇന്ത്യയുടെ ഭാഗം കാണിച്ചു കൊടുക്കാനും അതൊക്കെ വേണ്ടിയിട്ട് ലോകരാജ്യങ്ങളിലേക്ക് ഒരു ടീമിനെ അയക്കുന്നുണ്ട്. ഭാവിയിൽ ഇതൊരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാവാം. അപ്പോൾ ആ ടീമിലേക്ക് ഈ ജോൺ ബ്രിട്ടാസ്, CPM വളരെ ചുരുക്കം MPമാരേ ഉള്ളൂ അവരുടെ കയ്യിൽ. അപ്പോൾ അതിൽ തന്നെ എഴുതാനും വായിക്കാനും അറിയുന്ന ഒരേ ഒരാളാണ് ജോൺ ബ്രിട്ടാസ്. അപ്പോൾ ഈ ജോൺ ബ്രിട്ടാസിനെ ഈ സർവകക്ഷി ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ശശി തരൂരാണ് നയിക്കുന്നത്. പല ആൾക്കാരുണ്ട്, ശശി തരൂരാണ് ടീമിനെ നയിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർനാഷണൽ പ്ലാറ്റ്ഫോമിലുള്ള ഒരുപാട് എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് ഏറ്റവും യോഗ്യൻ, ഇന്ത്യയിൽ തന്നെ ഏറ്റവും യോഗ്യതയുള്ള ഒരാളാണ്. UN അണ്ടർ സെക്രട്ടറിയായിട്ട് പ്രവർത്തിച്ച ഒരാളാണ്. അത്രയും കേപ്പബിളും കപ്പാസിറ്റി ഉള്ള ഒരാൾ തന്നെയാണ്. അത് എന്തുകൊണ്ട് യോഗ്യൻ, ഇന്ത്യയിൽ ഏറ്റവും യോഗ്യൻ ശശി തരൂർ തന്നെയാണ്. അപ്പോൾ അവരുടെ ടീമിലേക്കാണ് ജോൺ ബ്രിട്ടാസിനെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതും ഈ കേരളത്തിലെ പിണറായി വിജയൻ്റെ മൂന്നാം ഭരണം തമ്മിൽ എന്താ ബന്ധമെന്ന് ഒരു സംശയം ഉണ്ടാവും. അത് ഞാൻ വിശദമായി പറഞ്ഞുതരാം എന്താണെന്നില്ലേ. അതായത് രണ്ടാം പിണറായി വിജയനെ പിണറായി വിജയൻ അധികാരത്തിലേറ്റാൻ തന്നെ ഒരു ചരട് വലിച്ച് അതിന് പിന്നിൽ പ്രവർത്തിച്ച് എല്ലാം മെയ്യും ഇതും അതിന് പിന്നിൽ പ്രവർത്തിച്ച ഒരാളാണ് ജോൺ ബ്രിട്ടാസ്. അത് എഫക്റ്റീവായിട്ട് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചു, നല്ല കപ്പാസിറ്റി, നല്ല കേപ്പബിളായ ആൾക്കാർ, കഴിവിലെ ടാലൻറ്റുള്ള ആൾക്കാരുമായിട്ട് ഈ സോഷ്യൽ മീഡിയ ടീമിൽ ഉൾപ്പെടുത്തി അങ്ങനെ അദ്ദേഹത്തിൻ്റെ മാധ്യമ പ്രവർത്തനത്തെ, അതായത് വർഷങ്ങളായിട്ടുള്ള മാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്ന എക്സ്പീരിയൻസ് ഒക്കെ യൂട്ടിലൈസ് ചെയ്തു CPM. അപ്പോൾ പിണറായി വിജയൻ പെട്ടെന്ന് അധികാരത്തിൽ തിരിച്ചെത്താൻ പറ്റി. അപ്പോൾ ആ ടാഗ് ലൈൻ തന്നെ ഉണ്ടല്ലേ, LDF വരും എല്ലാം ശരിയാവും, അതൊക്കെ ഈ ജോൺ ബ്രിട്ടാസിൻ്റെ സൃഷ്ടി തന്നെയാണ്. അപ്പോൾ പിണറായി വിജയൻ ആ ഒരു രണ്ടാം തവണയും ഭരണത്തിൽ തുടരുന്ന ഒരു പ്രധാന പങ്ക് ജോൺ ബ്രിട്ടാസിനുണ്ട്. അപ്പോൾ അതിൻ്റേതായ ഒരു കൺസിഡറേഷൻ പിണറായി എന്നും ജോൺ ബ്രിട്ടാസിന് കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ ഇപ്പോഴുണ്ടല്ലോ ഈ മൂന്നാം തവണയും അധികാരത്തിൽ തിരിച്ചെത്താൻ പിണറായിക്ക് ഒരു തടസ്സമായി ഇപ്പോഴും വന്നിരിക്കുന്ന ഈ സർവകക്ഷി ടീമിൽ ജോൺ ബ്രിട്ടാസിനെ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അതായത് നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി, വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ മാതിരി, പിണറായി വിജയൻ പ്ലാൻ ചെയ്തത് മാക്സിമം മുസ്ലിം പ്രീണനം നടത്തി മുസ്ലിം വോട്ട് സമാഹരിച്ച് ആണ് അധികാരത്തിലെത്താൻ ഉദ്ദേശിക്കുന്നത്. അതായത് പെഹൽഗാമൊക്കെ അന്നേരം അവർ അതിൻ്റെ ഡയമെൻഷൻ മാറ്റും. ഇപ്പോഴവർ ഇന്ത്യ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നൊക്കെ പറയും. പക്ഷേ ഇലക്ഷൻ എടുക്കുമ്പോൾ
എടുക്കുമ്പോൾ ഒരു വർഷം 2026 ഇലക്ഷൻ, ഈ ഇലക്ഷൻ എടുക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ വെർട്ടിക്കൽസ് മാറും, ഇവർ മാറ്റും, ഡയമെൻഷൻ മാറ്റിയിട്ട് പറയും അത് ഇന്ത്യ നരേന്ദ്രമോദി സർക്കാർ RSSും BJP മുസ്ലിങ്ങളെ കൊന്നൊടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തതാണ്, അത്തരത്തിലൊരു നറേറ്റീവ് കൊണ്ടുവരും. അതായത് മുമ്പ് പുൽവാമയിലൊക്കെ കണ്ടില്ലേ, പുൽവാമയിൽ എന്താ പറഞ്ഞത്, നരേന്ദ്രമോദിക്ക് തിരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി നമ്മുടെ സൈനികരെ ബലി കൊടുത്തു എന്നുള്ള രീതിയിൽ. അപ്പോൾ ഈ അടുത്ത കാലത്ത് തന്നെ പാകിസ്ഥാൻ്റെ എയർ മാർഷൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പ്ലാൻ ചെയ്തത് ഞങ്ങളായിരുന്നു, പാകിസ്ഥാൻ ആർമി തന്നെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഇത്രയും കാലം കേരളത്തിലെ തീവ്ര ഇസ്ലാമിസ്റ്റുകളടക്കം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ് പുൽവാമയിൽ മോദി ചെയ്തതാണെന്നൊക്കെ. അതേ ഒരു നറേറ്റീവ് ഈ പഹൽഗാം ഭീകരാക്രമണം വന്നപ്പോൾ ആദ്യം തുടക്കത്തിലുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ രാജ്യം മൊത്തം അതിനെതിരെയായപ്പോൾ ഇവർക്ക് മാറ്റി പറയേണ്ടി വന്നതാണ്. കുറച്ച് കാലം കഴിയുമ്പോൾ ഇതൊക്കെ ഇൻറ്റൻസിറ്റിയൊക്കെ കെട്ടടങ്ങുമ്പോൾ വീണ്ടും പുൽവാമയിൽ പറഞ്ഞ മാതിരി ഇവർ പറയാൻ തുടങ്ങും. അത് തന്നെയാണ് CPM കേരളത്തിൽ ലക്ഷ്യം വെക്കുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രചരിപ്പിച്ചിട്ട് ഒരു നറേറ്റീവ് കൊണ്ടുവന്നിട്ട് വീണ്ടും മുസ്ലിം ഉള്ള ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ടാക്കിയിട്ട് ആ വോട്ട് CPMിലോട്ട് കൊണ്ടുവരാൻ, അതായത് മുസ്ലിങ്ങളെ സംരക്ഷിക്കാൻ കോൺഗ്രസിന് പറ്റില്ല, മുസ്ലിംസിൻ്റെ ചാമ്പ്യൻസ് CPM ആണ് തരത്തിലുള്ള ഒരു നെറേറ്റീവ് കൊണ്ടുവന്നിട്ട് ആ വോട്ട് പിടിക്കാനുള്ള ഒരു തന്ത്രമാണ് ഇവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ അതൊക്കെ ഇപ്പം ഡിഫ്യൂസ് ആയി പിടിക്കണം, അതിൻ്റെ കടക്കൽ കത്തി വെച്ചിരിക്കുകയാണ് നരേന്ദ്രമോദി. ഈ ജോൺ ബ്രിട്ടാസ് ഇതിനൊക്കെ എന്താ പറയുക ചുക്കാൻ പിടിക്കേണ്ട ഒരാളായിരുന്നു. അതായത് അമിതമായ മുസ്ലിം പ്രീണനം നടത്തിയിട്ട് പിണറായി വിജയൻ അധികാരത്തിൽ എത്തിക്കേണ്ട ഒരു ചുമതലയുള്ള ഒരാളാണ് ഈ ജോൺ ബ്രിട്ടാസ്. ഈ ജോൺ ബ്രിട്ടാസിന് എന്താ പറയുക അടുത്ത വർഷം നടക്കുന്ന അസംബ്ലി ഇലക്ഷനിൽ ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് എന്താ പറയുക അതിന് വേറെ ഡയമെൻഷൻ കൊടുക്കാൻ പറ്റുമോ, അത്തരത്തിലൊരു പ്രചാരണം നയിക്കാൻ പറ്റുമോ? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റിനെയും BJP നരേന്ദ്രമോദിയൊക്കെ വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് ന്യായീകരിക്കേണ്ട ഒരു അവസ്ഥയാണ് ഈ ജോൺ ബ്രിട്ടാസിനുള്ളത്. അപ്പോൾ ഇതൊക്കെ റെക്കോർഡഡ് ആയിരിക്കും, എല്ലാ കാര്യങ്ങളും ഓരോ രാജ്യങ്ങളായിട്ട് സംസാരിക്കുന്നതും എല്ലാം റെക്കോർഡിക്കൽ ഇതായിരിക്കും. അതിൻ്റെ വീഡിയോ ഫൂട്ടേജ് വരെ എന്താ പറയുക ഓരോ രാജ്യത്തിൻ്റെ കയ്യിലുണ്ടാവും. അപ്പോൾ ഇവർക്ക് ഉടായ്പ കളിക്കാൻ പറ്റില്ല. ഇനി ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് വേറെ ഡയമെൻഷൻ കൊടുക്കാൻ പറ്റില്ല. അത് മുതലെടുത്ത് കേരളത്തിൽ മുസ്ലിങ്ങളിൽ ഇൻസെക്യൂരിറ്റി ഉണ്ടാക്കുന്ന ഒരു എന്താ പറയുക ആ ഒരു പരിപാടിയിൽ നടക്കാൻ സാധ്യതയില്ല. ആ CPM അത് മുതിർന്നു കഴിഞ്ഞാൽ നല്ല പണി കിട്ടും എന്നുള്ള കാര്യത്തിൽ എന്താ പറയുക ഇവിടെ രാജീവ് ചന്ദ്രശേഖറാണ് കേരളത്തിലെ BJPയുടെ അധ്യക്ഷൻ. അദ്ദേഹം എല്ലാ കാര്യങ്ങളും എന്താ പറയുക ഇത്തരത്തിലുള്ള എല്ലാ തെളിവ് സഹിതം എല്ലാം ഇയാളുടെ കയ്യിലുണ്ടാവും. ഇനി ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങളുമായിട്ട് തെരഞ്ഞെടുത്ത സമയത്ത് CPM ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പണി അവർക്ക് തന്നെ കിട്ടാൻ പോകുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ ഇവിടെ പെട്ടിരിക്കുന്നതെന്ന് വെച്ചാൽ കോൺഗ്രസ് തന്നെയാണ്. കോൺഗ്രസ് എങ്ങനെ കോൺഗ്രസ് CPM ഈക്വൽ പെട്ടിരിക്കുകയാണ്. കൂടുതലും പ്രശ്നം ഇവർക്കാണ്. ആർക്ക്? പിണറായി വിജയൻ ഇവർ പ്രീണിപ്പിച്ച് മാക്സിമം അവരെ വോട്ട് നേടാൻ നോക്കുന്നത്. നേരെ മറിച്ചത് കോൺഗ്രസ്സിന് വേറെ ഒരക്ഷരം പറയാൻ പറ്റില്ല കേരളത്തിൽ. ഈ പെഹൽഗാം ഭീകരാക്രമണത്തെ കുറിച്ച് എന്തൊക്കെയായിരുന്നു പറഞ്ഞത്, ആ 4 പേരെ ഇവിടെ ഇത്രയും, അതായത് ജെയ്ഷെ മുഹമ്മദിൻ്റെയൊക്കെ മസൂദ് അസറിൻ്റെയൊക്കെ 10-14 ബന്ധുക്കളെ വരെ കൊന്നു. ആ ട്രെയിനിങ് സെൻറ്റർ അജ്മൽ കസബ് പോലും ട്രെയിൻ ചെയ്ത ആ സ്ഥലങ്ങളൊക്കെ ഭസ്മമാക്കിയിരുന്നു. എന്നിട്ട് ഒരു സാറ്റിസ്ഫൈഡ് അല്ല. ആ 4 പേരെ എവിടെ പിടിച്ചെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം അതിൽ ഒരുത്തരം തട്ടി. അപ്പോൾ എന്നിട്ട് ചോദിച്ചാൽ ആ 3 പേരെ ഇവിടെ വീണ്ടും ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ ഇവർ ഒരു കാലത്തും സാറ്റിസ്ഫൈഡ് ആവില്ല. രാജ്യ താല്പര്യത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് മാത്രമാണ് ഇവർ പ്രവർത്തിക്കുന്നത്. പാകിസ്ഥാൻ എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു ട്രബിൾ ആകുമ്പോൾ ഇവിടുത്തെ കോൺഗ്രസ്സുകാരാണ് സഹായിക്കുക. ഒരുപാട് ഇൻസിഡൻസ് ഉണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ഈ പഹൽഗാമിൽ നടന്ന സംഭവമാണ്. അവരിവിടെ കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് ചെയ്ത ട്വീറ്റ് അവരെടുത്തിട്ട് എന്താ പറയുക അവിടുത്തെ ദേശീയ മാധ്യമങ്ങളൊക്കെ 2-3 ദിവസമാണ് ചർച്ചയാക്കിയത്. ഈ പഹൽഗാം ചെയ്തത് നരേന്ദ്രമോദി തന്നെയാണ് ഭരണത്തിൽ തുടരാൻ വേണ്ടിയിട്ട്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും ഇവിടെ കൂടുതൽ പണി കിട്ടുന്നത് CPM തന്നെയാണ്. ഇനിയധികം ഈ പഹൽഗാമിൻ്റെ പേരിൽ അമിതമായ മുതലെടുപ്പ് നടത്താൻ പറ്റില്ല. അവർ വേറെ തന്ത്രങ്ങൾ ആവിഷ്കരിക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ ജോൺ ബ്രിട്ടാസ് ഇതിൽ ഉൾപ്പെടുത്തത് ശരിക്കും BJP വെച്ച് ഒന്നൊന്നര ആപ്പായി പോയി. അത് പിണറായി വിജയൻ്റെ തുടർച്ചയായി 3ാം തവണയും അധികാരത്തിൽ തുടരാനുള്ള ഇതിന് വലിയൊരു തിരിച്ചടിയാണ്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഇമ്പാക്റ്റ് നമുക്ക് കാത്തിരിക്കാം. എത്രത്തോളം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടാവുമെന്ന് വരും ദിവസങ്ങൾ അറിയാം. അപ്പോൾ നമുക്കതിനെ കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.